കടക്കൽ ഗ്രാമപഞ്ചായത്തിനെതിരെ ടൗൺ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മകൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ഉയർത്തിക്കൊണ്ടുവന്ന പച്ചക്കള്ളം പൊളിക്കുക എന്നതാണ് ഈ ന്യൂസിലൂടെ CMC ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഗ്രാമപഞ്ചായത്ത് അംഗമായ ഈ സ്ഥാനാർത്ഥി ഒരിക്കൽ പോലും ഉന്നയിക്കാത്ത ആരോപണമാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉയർത്തുന്നത്. ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന RS ബിജുവിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, ഞാൻ RS ബിജു, കടക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഫേസ്ബുക്കിൽ വന്നതിൻ്റെ കാര്യം, ഈ നമ്മുടെ പഞ്ചായത്തിനെക്കുറിച്ച് ഇന്ത്യയിലെമ്പാടും അറിയപ്പെടുന്ന തരത്തിൽ വലിയൊരു വളർച്ചയുണ്ടായി. ഇപ്പോൾ നിലവിലുള്ള നല്ലവരായിട്ടുള്ള പ്രതിപക്ഷ അംഗങ്ങളടക്കം അംഗീകരിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം മികവുറ്റതാണ് എന്നുള്ള നിലയ്ക്ക് വലിയ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദേശീയ തലത്തിൽ 2ാം സ്ഥാനമടക്കം നേടിയ പഞ്ചായത്ത് എന്നുള്ള ഒരു അവാർഡടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇന്നലെ റേഡിയോ 1985 എന്ന ഒരു ഫേസ്ബുക്ക്, അത് ചാനലാണോ എന്നറിയില്ല, അതിനകത്ത് നമ്മുടെ കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോൾ ടൗൺ വാർഡിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഉഷാ ബാബുവിൻ്റെ മകൾ വന്നിട്ടൊരു ഫേസ്ബുക്കിൽ ചില വർത്തമാനങ്ങൾ പറഞ്ഞിട്ടിട്ട് പോയൊക്കെയാണ്. അത് നമ്മുടെ നാടിന് അപമാനമാണ്. അതുകൊണ്ടാണ് ഞാനിത് വന്നത്. കാരണം വ്യാജ വാർത്തകൾ, ഇന്നലെ ഒരു നിയമം പാസ്സായിട്ടുണ്ട്. ആ നിയമാനുസരണമാണെങ്കിൽ കേസെടുത്താൽ ഏത് രൂപത്തിലാകും, ഈ കൊച്ചിൻ്റെയൊക്കെ അവസ്ഥ എന്താകും എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. അതിൽ വന്നേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കള്ളം എന്ന് പറയുന്നത്, ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയത്തിൻ്റെ പേരിൽ 10-15 ലക്ഷം രൂപ മുടക്കി ഒരു കെട്ടിടം നിർമ്മിച്ചു വെച്ചു, ബാക്കിയൊന്നും നടന്നില്ല, ബാക്കി എല്ലാ പൈസ അടിച്ചുകൊണ്ടു എന്നറിയുന്നു. കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ഒരു സ്വഭാവശൈലി അറിയാലോ, അത് ഉദ്ദേശിച്ചായിരിക്കും. ഈ കുട്ടി കണ്ടും കേട്ടും വളരുന്നത് അതിലാണ്. അടിച്ചുമാറ്റൽ എന്ന് പറയുന്നൊരു രൂപത്തിൽ മാത്രമാണ് വളർന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഞങ്ങളെ ഇങ്ങോട്ട് അയക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള നിർദ്ദേശങ്ങളും ഈ 5 വർഷക്കാലം ഒരാക്ഷേപം പോലും കേൾക്കാതെയാണ് ഞങ്ങളുടെ ഭരണസമിതി കൂട്ടായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയത്. അതിൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ അമ്മയുണ്ട്. ഒരൊറ്റ കമ്മിറ്റി പോലും വിയോജനക്കുറിപ്പ് എഴുതിയിട്ടില്ല. അതിൽ ആദ്യം കാണിച്ചേക്കുന്ന കെട്ടിടം ആ കാണുന്നതാണ്. അതായത് നമ്മുടെ ആധുനിക സ്ലാട്ടർ ഹൗസിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടമാണ്. കഴിഞ്ഞ ഭരണസമിതിയിൽ അതിൻ്റെ കെട്ടിടത്തിൻ്റെ പണിയെല്ലാം നടത്തി. നമ്മളൊരു 70 ലക്ഷം രൂപ ശുചിത്വ മിഷൻ്റെ ഫണ്ടൊക്കെ വാങ്ങിച്ച് 70 ലക്ഷം രൂപയ്ക്ക് പൂർത്തീകരിക്കാൻ കിട്ടിയ ആ കെട്ടിടം, ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത്, ഇത് കിഫ്ബിയിൽ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാൽ, അതായത് ഒരു മൃഗത്തെ കൊണ്ടുവന്നാൽ ആ മൃഗത്തിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും, രക്തമടക്കം, അതിൻ്റെ എല്ലടക്കം, അതിൻ്റെ തോലടക്കം, സകല ഐറ്റങ്ങളും ഒരല്പം പോലും വേസ്റ്റ് വരാതെ അതെല്ലാം പുതിയ പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കയറ്റി അയക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഒന്ന് ശ്രമിക്കാൻ പറഞ്ഞു. ഞാൻ ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധപ്പെട്ടു, MLA-യുമായി ബന്ധപ്പെട്ടു, തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ടിട്ട് അത് കിഫ്ബിയിൽ ഉൾപ്പെടുത്താൻ ഉള്ള നടപടി ആരംഭിച്ചു. അതിൻ്റെ DPR, ഇപ്പോൾ അതിൻ്റെ DPR, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറായി. 3,28 ലക്ഷം രൂപയാണ് അതിന് വേണ്ടി അനുവദിക്കുന്നത്. അതായത് കിഫ്ബിയിലോട്ട് അത് വെച്ചിട്ടുണ്ട്. അടുത്ത കിഫ്ബി ഇപ്പം തെരഞ്ഞെടുപ്പായതുകൊണ്ട് പാസ്സായില്ല എന്നുള്ളേ ഉള്ളൂ. കിഫ്ബിയിലൂടെ 3,28 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ ആധുനിക സ്ലാട്ടർ ഹൗസിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ കെട്ടിടം എടുത്ത് കാണിച്ചിട്ട് വ്യാജമായി ഇത് ഗ്യാസ് ക്രിമിറ്റോറിയത്തിന് വേണ്ടി പണിഞ്ഞ കെട്ടിടമാണെന്ന് കാണിച്ചേക്കുന്നു. ഒന്ന്. രണ്ടാമത് പറഞ്ഞേക്കുന്ന ചുറ്റുമതിലിൻ്റെ പേരിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പൈസ അടിച്ചു മാറ്റി ചുറ്റുമതിലില്ല. കാണിച്ചേക്കുന്ന സ്ഥലമേതാ? ഈ പറഞ്ഞ കണക്ക് ആധുനിക സ്ലാട്ടർ ഹൗസിൻ്റെ ചുറ്റാകെയുള്ള, അവിടെ റബ്ബർ ഷീറ്റ് ഇട്ടേക്കുന്നത്, ആ പെരടം, ഇതൊക്കെ കാണിച്ചേക്കുന്നത്. നമ്മുടെ ഇത് പിടിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുമതിലെല്ലാം കാണിച്ചു തരും. കഴിഞ്ഞ ഭരണസമിതിയിൽ ചുറ്റുമതിലുണ്ടായി. ഇത് എൻ്റെ കൊച്ചുനാളിലെ എനിക്ക് പരിചയമുള്ള പ്രദേശമാണിത്, ചായിക്കോട്. ഇവിടെ പണ്ട് കിടന്നത് ആരെങ്കിലും മരിച്ചാൽ കൊണ്ടുവന്ന് പാറയാണ് എല്ലാം. ആ ഒന്ന് തോണ്ടും, ഇതങ്ങ് മൂടി വയ്ക്കും. പണ്ട് നമ്മളെ ചെറുക്കുട്ടി എന്ന് പറയുന്ന ഒരു ടൗണിലെ ലോഡിങ്ങാരുണ്ടായിരുന്നു. ലോഡിങ്ങാരൻ കുഴിച്ചിട്ട് തന്നെ 3-ൻ്റെ അന്ന് കാണാം പട്ടി ആ ബോഡി അടക്കം ഇവിടെ നിന്ന് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച കണ്ടൊരു പ്രദേശമാണ് ഇവിടെ. ഇവിടെ ചുറ്റുമതിൽ കെട്ടി ആ പ്രദേശത്ത് ആധുനിക സ്ലാട്ടർ ഹൗസിൻ്റെ സൗകര്യത്തിന് വേണ്ടി അവിടെ കെട്ടിടത്തിന് സ്ഥലം കൊടുത്തു. നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ടുമേൾ ആ കാണുന്ന അവിടെ നമ്മുടെ പിന്നെ ഈ MRF, അതായത് മെറ്റീരിയൽ കളക്ഷൻ സെൻ്റർ, നമ്മുടെ പഞ്ചായത്തിലെ ജില്ലയ്ക്ക് സംസ്ഥാനത്തിന് മാതൃകയാകുന്ന തരത്തിൽ
നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ പ്ലാസ്റ്റിക്കുകളും വീടുകളിൽ നിന്ന് 38 ഹരിതകർമ്മ സേനാംഗങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കെട്ടണം. അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിന് തൊട്ടു മുകളിൽ നമ്മുടെ പഞ്ചായത്തിലെ പ്രായം ചെന്നവരെ, നമ്മുടെ ജില്ലയിലെ സംസ്ഥാനത്തെ എല്ലാവരും ഞങ്ങൾ അംഗീകരിച്ചതെന്നാണ്. രാവിലെ പ്രായം ചെന്നവരെ വീടുകളിൽ ചെന്ന് വാഹനങ്ങളിൽ പോയി എടുത്തു കൊണ്ടുവന്ന് അവരെ അവിടെ പിന്നെ ഭക്ഷണം, ചികിത്സ, വിനോദം ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്ന ജില്ലയ്ക്ക് മാതൃകയാകുന്ന പദ്ധതി ഇതിൻ്റെ തൊട്ടുമേളിലുണ്ട്. അപ്പോൾ ഇതിന് ചുറ്റുമതിൽ കിട്ടിയത് അവരുടെ കണ്ണിൽപ്പെട്ടില്ല. ചുറ്റുമതിൽ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് ഗ്യാസ് ക്രിമിറ്റോറിയം അത് നിർമ്മിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തിൽ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. ഒരാൾ മരണപ്പെട്ടപ്പോൾ 2 സെൻറ്റ് വസ്തുവേ ഉള്ളൂ, അവരുടെ അടുക്കള തോണ്ടി അതിനകത്ത് കുഴിച്ചിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലുദിച്ചു, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ MLA എല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടു, ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷൻ്റെ കോടിക്കണക്കിന് രൂപയാണ് നമുക്ക് ഇവിടെ കടക്ക ഗ്രാമപഞ്ചായത്തിൽ കിട്ടിയേക്കുന്നത്. ഈ പെൺകുച്ചിനെ അറിയാമെങ്കിലും അറിഞ്ഞുകൊണ്ട് അറിയാത്ത ഭാവം നടിക്കുന്നത്. കാരണം നല്ല ഒന്നാന്തരമായി കള്ളം പറയാൻ അറിയാവുന്ന പെൺകുട്ടിയാണ്. അതാണല്ലേ എനിക്കെതിരെ കള്ളക്കേസടക്കം കൊടുത്തത്. അപ്പം പിന്നെ രൂപത്തിൽ ശുചിത്വ മിഷനുമായിട്ട് ആലോചിച്ചതിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നു 55 ലക്ഷം രൂപയുണ്ട് കടക്ക ഗ്രാമപഞ്ചായത്തിന്. അതിന് ചിലവാക്കേണ്ടി വന്നത് എനിക്ക് തോന്നുന്നത് പിന്നെ 9 ലക്ഷം രൂപ മാത്രമാണ്. 1,09,00,000 രൂപയുടെ പദ്ധതി നമ്മൾ നടത്തുവാൻ തീരുമാനിച്ചു. അത് വെറുതെ ഒരു പിന്നെ ക്രിമിറ്റോറിയം അല്ല. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തൊക്കെ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ മൂക്ക് പൊത്താതെ നിൽക്കാനൊക്കത്തില്ല, ക്രിമിറ്റോറിയം എന്ന പേരാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തത് ആധുനിക രൂപത്തിൽ, അതായത് അതിൽ വരുന്ന പുക പോലും വെള്ളത്തിനകത്തൂടെ കയറ്റിവിട്ട് ശുദ്ധവായു ലഭിക്കുന്ന തരത്തിൽ പൂന്തോട്ടം നിർമ്മിച്ച്, അതായത് ഒരു പാർക്കിനകത്ത് നമ്മളതിന് മോഡലായി കണ്ടത് നെടുമങ്ങാടത്തെ ശ്മശാനമാണ് മോഡലായിട്ട് കണ്ടത്. അപ്പോൾ അവർ അത് തന്നു. ജില്ലാ പഞ്ചായത്ത് ഏകദേശം 45 ലക്ഷം രൂപ വന്നു. അപ്പം തന്നെ 1 കോടി രൂപയായി. ഗ്രാമപഞ്ചായത്തിന് വെറും 9 ലക്ഷം രൂപ മാത്രം. അത്യാധുനിക രൂപത്തിൽ ആരും ആകർഷിക്കുന്ന തരത്തിൽ, ആര് വന്നിരുന്നാലും ഒരു പൂന്തോട്ടമാണെന്ന് കാണുന്ന തരത്തിൽ, ഒരു പാർക്കാണെന്ന് കാണുന്ന തരത്തിൽ ഏറ്റവും മനോഹരമായ രൂപത്തിൽ സൃഷ്ടിക്കുവാൻ വെച്ചു. ഈ പ്രോജക്റ്റ് കണ്ടവരെല്ലാം ഞങ്ങൾ അഭിനന്ദിച്ചു, ഈ പറയുന്ന ഈ പെങ്കൊച്ചിൻ്റെ അമ്മയടക്കം. കാരണം അത്ര മനോഹരമായ രൂപത്തിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ തറക്കല്ലിടിയിൽ ഓടിച്ചിട്ട് നടത്തി. കാരണം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ്, ഇല്ലെങ്കിൽ അതിവിശാലമായി മന്ത്രിമാരെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചതാണ്. അത് ഉദ്ഘാടനം ചെയ്തു. അത് കൊടുത്തേക്കുന്ന ഇവിടുത്തെ കൺട്രാക്ടർമാർക്ക് അല്ല കൊടുത്തേക്കുന്നത്, അത് കൊടുത്തേക്കുന്നത് ഗവൺമെൻറ് ഏജൻസി ആയിട്ടുള്ള സിഡ്കോയ്ക്കാണ് ഇത് കൊടുത്തേക്കുന്നത്. 1,09,00,000 രൂപ നമ്മുടെ ഫണ്ടിനകത്തുണ്ട്. ഇത് പറഞ്ഞേക്കുന്നത് ഈ പൈസ അടിച്ചു മാറ്റിക്കൊണ്ടുപോയെന്നാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചു തരാം. ഇതൊന്നൊരു 5 പൈസ പോലും ആർക്കും കൊടുത്തിട്ടില്ല, ഒരു അഡ്വാൻസും കൊടുത്തില്ല. ഈ സമയം വരെ അതിന് ഒന്നും നടത്തിയിട്ടില്ല. എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞു. 1,09,00,000 രൂപയുടെ പ്രോജക്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. കടക്കലിൻ്റെ തിലക്കുറി, കടക്കലിന് അഭിമാനമായി. ഞങ്ങൾ കടക്കക്കാർക്ക് മാത്രമല്ല, തൊട്ടടുത്ത പഞ്ചായത്തിലുള്ളവർക്കും നമുക്കിവിടെ അതിനുള്ള സൗകര്യം ഒരുക്കാം. അപ്പോൾ ആ തരത്തിൽ ഉള്ളതിനെ 1,05,00,000 രൂപ പഞ്ചായത്ത് അടിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് വ്യാജ പ്രചരണം നടത്തിയാൽ അവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാതെ നിർവാഹമില്ല. കാരണം സംസ്ഥാനത്തും ജില്ലയിലുമെല്ലാം അഭിനന്ദനം അർഹിക്കുന്ന ഒരു പഞ്ചായത്തിനെ ഒരു പെൺകുട്ടി വന്നിരുന്നിട്ട് ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ വലിച്ചാക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണിത് പറഞ്ഞത്. പിന്നെ അതിൽ പറഞ്ഞേക്കുന്നത് വൈദ്യുതി വലിക്കുന്നതിന് പൈസ ചിലവാക്കി, ഇവിടെ ഒരു ബൾബ് പോലും കണ്ടില്ല. കുടിവെള്ളം എത്തിക്കുന്നതിന് പൈസ ചിലവാക്കി, ഇവിടെ അതൊന്നും കണ്ടില്ല. റോഡ് നിർമ്മിക്കുന്നതിന് പൈസ ചിലവാക്കി, ഇതൊന്നും കണ്ടില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അറവുശാലയും ഗ്യാസ് ക്രിമിറ്റോറിയം നേരത്തെ അതിൻ്റെ ചെറിയ വർക്കുകളുണ്ട്. അറവുശാല വരുമ്പോൾ ഇവിടെ അത് കുറേ ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടി. ഈ നാട്ടിലുള്ള ഒരാളിനെ കൊണ്ട് മോശമായിട്ട് പറയിക്കാമോ? ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ തടിച്ചുകൂടി ഇതാ കാണുന്ന മാവിൻ്റെ മൂട്ടിലാണ് ഞങ്ങളെല്ലാം കൂടെ ഒത്തുകൂടിയത്. ഞങ്ങളിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തൊരു ഉറപ്പുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡ് മൊത്തവും കോൺക്രീറ്റ് ചെയ്യും, ലക്ഷക്കണക്കിന് രൂപ വേണം. അവർ വെച്ച് നടക്കൂ. ഞാൻ പറഞ്ഞ് തരുന്ന ഉറപ്പാണ്, നടപ്പിലാക്കിയിരിക്കും. ആ റോഡ് മുഴുവൻ നമുക്കിപ്പോൾ കാണാം. ആ റോഡ് മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത് ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടങ്ങളിൽ മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു.
പിന്നെ നമ്മുടെ കറണ്ട് എത്തുന്നതിന് വേണ്ടി പോസ്റ്റുകൾ സ്ഥാപിച്ചു, ലൈൻ വലിച്ചു. ഇതിനാണ് പൈസ ചിലവാക്കുന്നത്. അല്ലാതെ ഈ വെറും തറയിൽ ലൈറ്റ് ഇടുന്നതിന് വേണ്ടിയല്ല. ഇതെത്രയും കൊണ്ടെത്തിച്ചു. കുടിവെള്ളം ഇങ്ങോട്ടെത്തുന്നതിന് വേണ്ടി പൈപ്പ് ലൈൻ ദീർഘിപ്പിച്ചു എന്ന് മാത്രമല്ല, രണ്ടാമത് നമ്മുടെ പകൽ വീടിലേക്ക് ഈ പറയുന്ന ഈ 38 സ്ത്രീകൾ വന്ന് ജോലി ചെയ്യുന്ന നമ്മുടെ MRF പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റിനകത്തേക്ക് ഇവിടത്തേക്ക് ലൈൻ വന്ന് നിൽപ്പുണ്ട്. സ്റ്റാർട്ട് ഹൗസിലേക്ക് റോഡിൽ ലൈൻ വന്ന് നിൽപ്പുണ്ട്. ഇതിനൊക്കെയാണ് അഴിമതി. എങ്ങും തൊടാത്തണക്കായി പെങ്കുച്ച് പറയുന്നത്. അതൊക്കെ നമ്മുടെ പൈസയിൽ ഇങ്ങനെയൊക്കെ പോകാൻ കൊള്ളാമെന്ന് കഷ്ടം എന്നേ പറയാനുള്ളൂ. കടക്കൽ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് ഇന്ത്യയിൽ പോലും അറിയപ്പെടുന്ന തരത്തിലേക്ക് വരികയും ഇവിടുത്തെ പ്രധാനപ്പെട്ട മുഴുവൻ പേരും, സാധാരണപ്പെട്ട ജനങ്ങൾ മുഴുവനും അംഗീകരിക്കുന്ന തരത്തിലേക്ക് പോയ ഒരു പഞ്ചായത്തിനെ കുറിച്ച് ഒരു പെൺകുട്ടി വന്ന് ഫേസ്ബുക്കിലൂടെ, നമ്മുടെ നാട്ടിലാരും വിശ്വസിക്കില്ല, പക്ഷെ നാട്ടിലുള്ള മറ്റ് പഞ്ചായത്തുകളിലുള്ള മറ്റ് വിദേശത്തുള്ള ആൾക്കാരെല്ലാം വിശ്വസിക്കത്തില്ലേ ഇങ്ങനെ പറയുമ്പോൾ? അപ്പോൾ ഇത് എല്ലാം വീഡിയോയിൽ പകർത്തി തന്നെ നിങ്ങളിത് കാണണം. ഇവിടെ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ 5 ലോഡ് സാധനമാണ് കൊണ്ടുപോയത്. നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിൽ നിന്നും എടുക്കുന്ന സാധനമാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ലോകത്തെ നടുക്കിയതാണ് കൊറോണ. ഈ കൊറോണ വന്നപ്പോൾ വീടുകളിൽ പോകാൻ പാടില്ല, വീട്ടിനകത്തുനിന്ന് ആരും വെളിയിൽ ഇറങ്ങാൻ പാടില്ല. അപ്പോൾ വീടുകളിൽ പോകാൻ പാടില്ല. നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ പോകണ്ടെന്ന് പറഞ്ഞു. പോയാൽ ആരും വീട്ടിൽ കയറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം തുടങ്ങിയിട്ട് ഏകദേശം 1 മാസമേ ഉള്ളൂ വർക്ക് തുടങ്ങിയിട്ട്. അപ്പോൾ പഴയതെല്ലാം കൂടെ കെട്ടിവെച്ച് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ട്രാക്ടർ കൊണ്ടിട്ടാണ് ഇരിക്കുന്നത്. ഇഷ്ടംപോലെ ലോഡാവും. അത് ലോഡ് വരും, നമ്മൾ കയറ്റി വയ്ക്കും, ലോഡ് വരും കയറ്റി വയ്ക്കും. ഇപ്പോഴും 5 ലോഡാണ് കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് കയറ്റി വെച്ചത്. 5 ലോഡ് സാധനം. ജില്ലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ശുചിത്വ മിഷൻ്റെ സംസ്ഥാന മിഷനിൽ പോയാൽ കടക്ക ഗ്രാമപഞ്ചായത്തിനെ കുറിച്ചേ പറയൂ. ഇവിടെ ഈ ഷെഡ് നിറയുന്നത് കൊണ്ട് നമ്മളെ മാർക്കറ്റിനകത്ത് പോയി കാണാം. മാർക്കറ്റിനകത്ത് നമ്മൾ പുതിയ ഷെഡ് ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപ കൊടുത്ത് നമുക്ക് ചെയ്തതെന്നൊക്കെയാണ്. ഇവിടെ 20 ലക്ഷം രൂപ ഇതിന് ചിലവായെങ്കിൽ 19 ലക്ഷം രൂപയും ശുചിത്വ മിഷൻ്റെ ഫണ്ടാണ്. 5 പൈസ നമുക്ക് 1 ലക്ഷം രൂപയാണ് നമുക്ക് ചിലവ് വരുന്നത്. ബാക്കി ഫണ്ട് മൊത്തം അതാ. മേള് കെട്ടിയേക്കുന്ന പകൽ വീട് 20 ലക്ഷം രൂപയ്ക്ക് കെട്ടിത്തന്നൊക്കെയാണ്. കടക്ക ഗ്രാമപഞ്ചായത്തിന് 5 പൈസ ചിലവില്ല. ഇതിന് തൊട്ടപ്പുറത്ത് നമ്മൾ മിനി വ്യവസായ എസ്റ്റേറ്റിൽ കെട്ടിടം നിർമ്മിച്ചു 15 ലക്ഷം രൂപയ്ക്ക്. കടക്ക ഗ്രാമപഞ്ചായത്തിന് 5 പൈസ ചിലവില്ല. സ്ലാട്ടർ ഹൗസിൻ്റെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 3,28 ലക്ഷം രൂപ സർക്കാർ ഫണ്ട് കൊണ്ടുവരികയാണ്. ഗ്യാസ് ക്രിമിറ്റോറിയം 1,09 ലക്ഷത്തിൽ 1 കോടി രൂപയും വെളിയിൽ നിന്ന് വരികയാണ്. അപ്പോൾ പഞ്ചായത്തിന് പുറത്തുനിന്ന് കോടാനുകോടി രൂപ കൊണ്ടുവന്ന് ഈ നാട്ടിൽ വലിയ വികസന പ്രവർത്തനം നടത്തി. ചില വാർഡുകളിൽ ഇപ്പം ടൗൺ വാർഡ് എടുക്കുക. ഇപ്പം ഈ പറയുന്ന പെൺകുട്ടിയുടെ അമ്മ മത്സരിക്കുന്ന ടൗൺ വാർഡിൽ ഇപ്പം പ്രതികരിക്കുന്നത് അഡ്വക്കേറ്റ് അശോകാർ നായരാണ്. ഈ വാർഡിൽ പുതിയതായി ഇനി ഒരു കോൺക്രീറ്റ് ചെയ്യാൻ ഒരു തടം കാണിച്ചു തരാം. കാണത്തില്ല. കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തു. ഇതിവിടെ മാത്രമല്ല, ഞാൻ പ്രതിദാനം ചെയ്യുന്ന മാറ്റാമ്പാറയിലുണ്ട്, മറ്റ് പരിസര പല വാർഡുകളിലുണ്ട്. ഇനി പുതിയതായി റോഡുകൾ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ പുതിയ റോഡുകൾ നിർമ്മിക്കേണ്ട സാഹചര്യത്തിലേക്ക് നമ്മൾ ചെന്നെത്തിയത് ഈ വിദേശ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിൻ്റെ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഫണ്ടെടുത്ത് അങ്ങോട്ട് ചെയ്യാൻ കഴിയുന്നത്. കുടിവെള്ളം എത്താത്ത പ്രദേശങ്ങളില്ല. LED ലൈറ്റുകൾ പകൽ പോലെ തിളങ്ങുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും പ്രദേശങ്ങളും ഒക്കെ. മറ്റ് പ്രദേശങ്ങളിൽ ഉള്ളവരടക്കം ഞങ്ങളെ വാനോളം പുകഴ്ത്തുന്നുണ്ട്. നമ്മൾ ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് വലിയ രൂപത്തിൽ മതിപ്പുണ്ടാവുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടി നമ്മുടെ പഞ്ചായത്തിനെക്കുറിച്ച് മോശമായി, പിന്നീടാണ് ഞാൻ അറിയുന്നത്. ഞാൻ വിചാരിച്ചത് ഏതാ ചാനൽ അവതാരക മറ്റോ ആണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് അറിയുന്നത് ഇളമ്പന്നൂർ വിഷയം ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് പറയുന്നില്ല. അത് കാരണം ആ സ്ഥാനാർത്ഥിയെ ഇവിടെ കൊണ്ടുവന്ന് ടൗണിൽ മത്സരിപ്പിക്കുകയാണ്. ആ സ്ഥാനാർത്ഥിയുടെ മകൾ ഇറങ്ങി നിന്നിട്ട് ടൗൺ വാർഡിൽ സ്ഥാപിച്ചേക്കുന്ന ഇന്നതിനകത്ത് അഴിമതി കേൾക്കുന്നവർ എന്താ വിചാരിക്കുന്നത്? ഈ പഞ്ചായത്തിനെതിരെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് 1 രൂപയുടെ അഴിമതി പറയാൻ അവർ കഴിയുമോ? കഴിയത്തില്ല. അത്രയും സുതാര്യമായ മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ടു പോകുന്ന പഞ്ചായത്താണ് നമ്മുടേത്. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ കിട്ടാതെ പല സ്ഥലങ്ങളിൽ നിന്നും ഓട്ടം നരിപ്പാച്ചിലാണ്. ആരെങ്കിലും വന്നു നിൽക്കണേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോയതിൻ്റെ കാര്യം എന്താ? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഇങ്ങോട്ട് വരിക, കുറേ ബോർഡ് വെക്കുക, കുറേ തോരണം കെട്ടുക, കുറേ പോസ്റ്റ് പാതിരാത്രി കൊണ്ട് വെക്കുക, എന്നിട്ട് സ്വയമായിട്ട് കീറുക, ഞങ്ങളെ കുറ്റം പറയുക, ഞങ്ങൾ അക്രമകാരികളാണെന്ന് പറയുക.
ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അല്ല, നാടിൻ്റെ വികസനത്തെക്കുറിച്ച്, നാടിൻ്റെ ആ ഒരു മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നവരില്ല എന്നല്ല, ഉണ്ട്. കോൺഗ്രസിനകത്ത് നല്ല ശുദ്ധരായ ആൾക്കാർ ഈ പറയുന്ന വികസനത്തെയൊക്കെ 100% അംഗീകരിക്കുകയും എന്നെ വിളിച്ച് അഭിനന്ദനങ്ങൾ അർപ്പിച്ച ഒട്ടനവധി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പഴയകാല കോൺഗ്രസിൻ്റെ പ്രവർത്തകരുമുണ്ട്. അപ്പോൾ ഇതിനെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുന്നുണ്ട്. ഈ പഞ്ചായത്ത് ഭരണസമിതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ നിർദ്ദേശാനുസരണം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പൂർണ്ണ അംഗീകാരത്തോടുകൂടി ചെയ്തു കൂട്ടിയ കോടാനുകോടി രൂപ, എണ്ണിയാൽ തീരത്തില്ല, കോടാനുകോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം മറ്റ് പ്രദേശങ്ങൾ, നമ്മുടെ നാട്ടിൽ ആരും വിശ്വസിക്കുന്നില്ല, പക്ഷേ നമ്മുടെ പഞ്ചായത്തിന് വെളിയിലുള്ള മറ്റ് പ്രദേശങ്ങളിൽ ഈ പഞ്ചായത്തിനെ കുറിച്ച് മോശമായി കാണിക്കുന്ന ഈ അവസ്ഥ ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ പെങ്കൊച്ചിനോട് പറയാനുള്ളത്. ആ പെങ്കൊച്ചിൻ്റെ അമ്മയും കൂടി അതിനോട് പറഞ്ഞ് മനസ്സിലാക്കണം. അമ്മയും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും നമ്മുടെ നാടിന് തന്നെ അപമാനമാണ് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഇത്തരം വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. CMC ന്യൂസ് ചാനലിനോടൊപ്പം അഫ്സന്ന.